ഇതൊരു നായകന്റെ കഥയാണ്. ലോയൽറ്റി മുഖമാക്കിയ ഒരു ടീമിന്റെ നായകന്റെ കഥ. വർഷം 2022 IPL ഓപ്ഷൻസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പൊന്നും വിലയിൽ പല താരങ്ങളെയും ടീമുകൾ സ്വന്തമാക്കുന്ന ടൈമിൽ ഈ നായകന്റെ പേരും ആ ഒരു ലിസ്റ്റിലേക്ക് വരികയാണ്. പക്ഷെ ഒരു ടീമുകളും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, ആരും കൈ ഉയർത്തുന്നില്ല. ആർക്കും വേണ്ടാതെ ആ താരത്തിന്റെ പേര് അൺസോൾഡ് ലിസ്റ്റിലേക്ക്. ലീഗിൽ 20കളിലും 19കളിലും 25ലും ഒക്കെ താരങ്ങൾ പൊന്നും വില സ്വന്തമാക്കുന്ന സമയത്ത് 28 വയസ്സുകാരനായ ഈ ഒരു താരം തന്റെ T20 കരിയർ, IPL കരിയർ ഇവിടെ തീർന്നു പോകുമെന്ന് സംശയിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? ആ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ ജീവിതത്തിൽ അടുത്ത പടികൾ ചവിട്ടിക്കയറാൻ വേണ്ടിയിട്ട് അയാൾ തയ്യാറെടുക്കുകയാണ്. അതേ വർഷം തന്നെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവാഹ കാര്യങ്ങൾ IPL-നിടയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മത്സരത്തിന്റെ പാതി വഴിയിൽ അദ്ദേഹത്തെ കാത്തൊരു വിളിയാണ്. ഒരുറപ്പുകളുമില്ല, ടീമിന്റെ ഭാഗമാകാം, മത്സരങ്ങളിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടി ഇല്ല. പക്ഷെ പ്രതീക്ഷകളുടെ ഭാരവുമായി ആ ഒരു വിളി, പോരുന്നോ ഞങ്ങളുടെ കൂടെ? ആ ഒരു വിളി അയാൾക്ക് റിജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രിയ സഖിയാകാനിരുന്ന ആൾ പറഞ്ഞു, കല്യാണം തൽക്കാലം നമുക്ക് നീട്ടിവെക്കാം, കല്യാണത്തിന്റെ കാര്യത്തിലുള്ള റിസ്ക് ഒക്കെ ഞാൻ ഏറ്റെടുത്തോളാം, ഇത് നീണ്ടുപോയാലും കുഴപ്പമില്ല, നീ നിന്റെ സ്വപ്നങ്ങൾക്ക് പുറകിൽ പോയാൽ. അയാൾ സ്വപ്നങ്ങൾക്ക് പുറകിൽ പോയി സൈലന്റായി ആ ടീമിനോടൊപ്പം ചേർന്നു. അന്ന് പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ ആ ടീമിന്റെ ഭാഗമായിരുന്ന ഒരാൾ 2022 IPL എലിമിനേറ്റർ പോരാട്ടത്തിൽ സെഞ്ചുറി നേടിക്കൊണ്ട് ഒരു അൺക്യാപ്ഡ് താരത്തിന്റെ IPL-ലെ പ്ലേ ഓഫിലെ ആദ്യ സെഞ്ചുറി നേടിയ താരം. പിന്നീട് 2025 പകരക്കാരനായ ആ ടീമിലെത്തിയ ആൾ ആ ടീമിന്റെ ക്യാപ്റ്റനാണ്. ആ ടീമിന് 18 വർഷങ്ങൾക്ക് ശേഷം കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ സാക്ഷാൽ രജത് പടിദാർ. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ 2025 2026 പടിദാർ എന്ന് പറയുന്ന ക്യാപ്റ്റൻ, പടിദാർ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ ലോയൽ ഫാൻസായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ആരായി മാറുകയാണ്. ഉത്തരങ്ങളില്ലാത്തത്ര പ്രിയപ്പെട്ടവനാകുകയാണ്. 2025 പടിദാറിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ച സമയത്തും ഒരുപാട് പൊട്ടലും ചീറ്റലും ഉണ്ടായിരുന്നു. പലരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, പടിദാറിനെ ക്യാപ്റ്റനാക്കണോ? നിശബ്ദനായ അവസരം നഷ്ടപ്പെട്ട ഒരാൾ പകരക്കാരനായി ടീമിലേക്ക് എത്തി. ഇന്ന് ആ ടീമിന് പകരക്കാരനില്ലാത്ത അമരക്കാരനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു കോൺഫിഡൻസ് സ്റ്റോറിയാണ്. ഒന്നുമല്ലാതിരുന്ന ഒരാൾ ഒരു ടീമിന്റെ എല്ലാമായ മാജിക്. പകരക്കാരൻ അമരക്കാരനാവുമ്പോൾ രജത് പടിദാർ എന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് പ്രിയപ്പെട്ടവൻ തന്നെയാണ്. പടിദാറിന്റെ സ്റ്റോറിയും അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. പടിദാറിന്റെ കംബാക്കിനെ നിങ്ങൾ എങ്ങനെ വിളിക്കും? RCB ഫാൻസ് ആൻഡ് ക്രിക്കറ്റ് ഫാൻസ് പറയണേ.